കുവൈറ്റിലെ ജലീബ് അൽ ഷുവൈഗിലെ ജ്വല്ലറിയിൽ തോക്ക് ചൂണ്ടി മോഷണം. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ജലീബ് അൽ ഷുവൈക്കിലെ ജ്വല്ലറിയിൽ ആയുധം ചൂണ്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ കുവൈറ്റ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് റെക്കോർഡ് വേഗത്തിൽ തെളിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 സിറിയൻ പ്രവാസികളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സിനിമാറ്റിക് രീതിയിലുള്ള കവർച്ച നടന്നത്. ജ്വല്ലറിയിൽ അതിക്രമിച്ചു കടന്ന പ്രതികൾ ജീവനക്കാരനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് ഇയാളെ കെട്ടിയിട്ട ശേഷം കവർച്ച നടത്തുകയായിരുന്നു. വളകൾ, മാലകൾ ഉൾപ്പെടെ വൻതോതിലുള്ള സ്വർണ്ണാഭരണങ്ങൾ പ്രതികൾ അപഹരിച്ചത്. കവർച്ചയ്ക്ക് ശേഷം രക്ഷപ്പെടാൻ പ്രതികൾ ഉപയോഗിച്ച വാഹനം 2 ആഴ്ച മുമ്പ് മോഷ്ടിച്ചതാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. അധികൃതരുടെ കണ്ണുവെട്ടിക്കുന്നതിനായി കാറിൽ മുൻവശത്തും പിൻവശത്തും വ്യത്യസ്തമായ 2 വ്യാജ നമ്പറുകളാണ് പ്രതികൾ ഘടിപ്പിച്ചിരുന്നത്. ജ്വല്ലറിയിലെ CCTV ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും കേന്ദ്രീകരിച്ച് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് നടത്തിയ റെയ്ഡിൽ ഒരു പ്രതിയെ ജലീബ് അൽ ഷുവൈക്കിൽ നിന്നും രണ്ടാമനെ ഹവലിയിൽ നിന്നും പോലീസ് പിടികൂടി. ചോദ്യം ചെയ്യൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. തുടർന്ന് ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിജനമായ മരുഭൂമിയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ സ്വർണ്ണാഭരണങ്ങളും കവർച്ചയ്ക്ക് ഉപയോഗിച്ച കളിത്തോക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിരിക്കുകയാണ്. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.